Welcome everybody. Today we are going to discuss regarding cancer of larynx. Cancer of larynx or the voice box usually develops in squamous cell of the mucous epithelium. It's a throat cancer, nothing but throat cancer. So it is the most often a primary cancer and can spread to lungs, liver or lymph node. So definition of the laryngeal cancer is it's a malignant disorder of the larynx and causes are alcohol consumption, asbestos exposure, smoking, HPV virus, then dietary exposures. The risk factors of the cancer includes a history of alcohol and tobacco use. It's the most common cause of laryngeal cancer. The next risk factors are exposure to industrial chemicals or hardwood dust, chronic overuse of the voice, and a diet low in fruits and vegetables are also a factor. Men are more likely to be affected than women. അപ്പോൾ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ്. സിഗരറ്റ് സ്മോക്കിംഗ് തന്നെയാണ് ഏറ്റവും വലിയ കോസായിട്ട് പറയുന്നത്. ദെൻ ആൽക്കഹോളിസം, ഒക്യുപ്പേഷണൽ റിസ്ക് ഫാക്ടേഴ്സ് സച്ച് ആസ് ആസ്ബറ്റോസ്, വൂണ്ട്, ഡസ്റ്റ്, മസ്റ്റാർഡ് ഗ്യാസ്, പെട്രോളിയം പ്രൊഡക്ട്സ് എക്സെട്ര. ദെൻ ഏതെങ്കിലും തരത്തിലുള്ള നോക്ഷ്യസ് ഫ്യൂംസ് ഒക്കെ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ ചാൻസ്. ദെൻ ക്രോണിക് ലാരിഞ്ചൈറ്റിസ്. ലാരിഞ്ചൈറ്റിസ് ഒക്കെ ട്രീറ്റ് ചെയ്യാതെ ഇട്ടിട്ട് അത് ക്രോണിക് ലാരിഞ്ചൈറ്റിസ് കുറേ കാലമായിട്ടുള്ള ഒരു ലോങ് ടേം ലാരിഞ്ചൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ അനദർ കോസ്. ദെൻ എക്സസീവ് വോയിസ് അബ്യൂസ്, ഒച്ചത്തിൽ അലറുന്നത്, ക്രോണിക് ഓവർ യൂസ് ഓഫ് ദ യൂസ്, ഒച്ചത്തിൽ അലറി വിളിക്കുന്നത്, അതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ലാരിഞ്ചൽ ക്യാൻസറിന് കാരണമാകും. എക്സസീവ് യൂസ് ഓഫ് വോയിസ്, നമ്മൾ അമിതമായിട്ട് നമ്മളെ സൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ലാരിഞ്ചൽ ക്യാൻസറിന് അത് ബാധിക്കുന്നുണ്ട്, സഹായകമാവുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ മിതമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അലറി സ്ക്രീം ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കോസസ് എന്ന് പറയുന്നത്. The next we can move on classification. Classified into laryngeal cancer is classified into 3 types: glottic tumor, subglottic tumor and supraglottic tumor. അപ്പോൾ അത് ഓരോ ഏരിയനെയും, അതായത് ഗ്ലോട്ടിക് ഏരിയയിൽ വരുന്നതിനെ നമ്മൾ ഗ്ലോട്ടിക് ട്യൂമർ എന്നും, സബ്ഗ്ലോട്ടിക് റീജിയനിൽ വരുന്നതിനെ സബ്ഗ്ലോട്ടിക് ട്യൂമർ എന്നും, സുപ്രാഗ്ലോട്ടിക് റീജിയനിൽ വരുന്നതിനെ സുപ്രാഗ്ലോട്ടിക് ട്യൂമർ എന്നും വിളിക്കുന്നു. ദെൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഗ്ലോട്ടിക് ട്യൂമറിൻ്റെയും സുപ്രാഗ്ലോട്ടിക് ട്യൂമറിൻ്റെയും ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഗ്ലോട്ടിക് ട്യൂമറിലാണെങ്കിൽ, ഗ്ലോട്ടിക് ഏരിയയിലാണെങ്കിൽ വോയിസ് ചേഞ്ചസ്, ഹൊയാസ്നെസ് ഓഫ് വോയിസ്, ഹീമോപ്റ്റൈസിസ്, ഡിപ്സ്നിയ, റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ, ഡിസ്ഫാജിയ, വെയ്റ്റ് ലോസ് ആൻഡ് പെയിൻ. The most common symptom is persistent hoarseness because the vocal cord are located in the larynx. നമ്മുടെ ഈ ലാരിങ്സിൽ ആണ് നമ്മുടെ വോക്കൽ കോഡ് ഇരിക്കുന്നത്. സോ വോയിസ് ചേഞ്ചും ഹൊയാസ്നെസ്സുമാണ് ഏറ്റവും വലിയ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനായി പറയുന്നത്. അപ്പോൾ ചില സമയത്ത് ചില ആളുകൾ, കുറച്ച് പ്രായമാവുന്ന സമയത്ത് ചില ആളുകളൊക്കെ നമ്മൾ പറയുന്നേക്കാം സൗണ്ടിൽ ചെറുതായിട്ട് കരകരപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സൈൻ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു ക്യാൻസറിന് സാധ്യതയുണ്ടാവും. പൊതുവേ നല്ല അലമുറയിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് അലറി വിളിച്ച് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇത്തരം ചേഞ്ചസ് ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. The patient may also have throat or ear pain, shortness of breath, a chronic cough and a difficulty in swallowing, that is dysphagia. Stridor soundum ചിലപ്പോൾ എയർവേ ഒബ്സ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ we can hear stridor sound. ലേറ്റ് സൈൻസ് ഇൻക്ലൂഡ് വെയ്റ്റ് ലോസ് ആൻഡ് ഹാലിറ്റോസിസ്. ഇത് ഏർലി സൈൻസ് ആണ് ഇത്രയും പറയുന്നത്. ലേറ്റ്, അതായത് നമ്മൾ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് വെയ്റ്റ് ലോസും അതുപോലെ തന്നെ ഹാലിറ്റോസിസ്, വായനാറ്റവും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ഇത്രയും സിംറ്റംസ് ഉണ്ടാകുന്ന വോയിസ് ചേഞ്ചസ്, പിന്നെ അതുപോലെ തന്നെ വോയിസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ, ഹൊയാസ്നെസ്, അതായത് കറകറപ്പ് വോയിസിൽ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ തുപ്പുന്ന സമയത്ത് രക്തം, കഫത്തോടൊപ്പം രക്തമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ പെയിന്, ഇയർ പെയിനും അല്ലെങ്കിൽ ത്രോട്ട് പെയിനും ഉണ്ടെങ്കിൽ,
വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ, ഹാലിറ്റോസിസ് അതായത് വായനാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഡയഗ്നോസിസ് ചെയ്ത് അസുഖം എന്താണെന്ന് കൺഫേം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സിംറ്റംസ് ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കുന്നു. ദ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ദ ലാരിങ്സ് ക്യാൻ ബി ഫസ്റ്റ് ഡയഗ്നോസ്റ്റിക് ഫൈൻഡിങ്സിലുള്ളത് ഫിസിക്കൽ എക്സാമിനേഷനാണ്, ദെൻ ലാരിഞ്ചൽ എക്സാമിനേഷനാണ്. അപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും നെക്ക് എക്സാമിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ നെക്ക് എക്സാമിനേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഫീൽ എനി ലംസ്, പ്രസൻസ് ഓഫ് എനി ലംസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലാരിഞ്ചോസ്കോപ്പിയാണ്, അതായത് ഇൻഡയറക്റ്റ് ലാരിഞ്ചോസ്കോപ്പി ആൻഡ് ഡയറക്റ്റ് ലാരിഞ്ചോസ്കോപ്പി. ദ ലാരിങ്സ് ക്യാൻ ബി എക്സാമിൻഡ് വിത്ത് എ ലാരിഞ്ചൽ മിറർ. ലാരിഞ്ചോസ്കോപ്പിക് എക്സാമിനേഷൻ may be two types, indirect laryngoscopy and direct laryngoscopy. Any other diagnostic measures are biopsy, CT scan, MRI, etc. The next we can move on treatment of therapeutic measures of laryngeal cancer. If laryngeal cancer is diagnosed early in the disease, it may be treated with radiation therapy. This treatment can preserve the patient's voice. അപ്പോൾ റേഡിയേഷൻ തെറാപ്പിയാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ പ്രിസർവ് ദ പേഷ്യൻസ് വോയിസ്. ഇപ്പോൾ സർജറിയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ മേ ബി പേഷ്യൻ്റ് വോയിസിന് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏർലിയസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഏർലി ഡയഗ്നോസ്റ്റിക് ആണ് ഏറ്റവും നല്ല ഒരു മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഏർലി നമുക്ക് ഇഫ് ലാരിഞ്ചൽ ക്യാൻസർ ഇസ് ഡയഗ്നോസ്ഡ് ഏർലി ഇൻ ദ ഡിസീസ്, ഇറ്റ് മേ ബി ട്രീറ്റഡ് വിത്ത് റേഡിയേഷൻ തെറാപ്പി. ദാറ്റ് ഈസ് ഗിവൺ 5 days എ വീക്ക് ഫോർ 5 to 8 weeks. ഒരു ആഴ്ചയിൽ 5 ദിവസം വെച്ചിട്ട് നമുക്ക് ഒരു 8 ആഴ്ച വരെ, 5 മുതൽ 8 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്നൊരു കോഴ്സാണ് ഈ ഒരു റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു എക്യുപ്മെൻ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് chemotherapy may be used in relation with radiation therapy. അപ്പോൾ റേഡിയേഷൻ തെറാപ്പീൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ കീമോതെറാപ്പിയും കൂടി നമ്മൾ കൊടുക്കാറുണ്ട്. ആൻഡ് സർജിക്കൽ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡിങ് ലേസർ സർജറി, പാർഷ്യൽ ലാരിഞ്ചെക്ടമി ഓർ വെർട്ടിക്കൽ പാർഷ്യൽ ലാരിഞ്ചെക്ടമി ആൻഡ് ടോട്ടൽ ലാരിഞ്ചെക്ടമി. ഫൈനലി നെക്ക് ഡിസെക്ഷൻ. അപ്പോൾ ഇത്രയും സർജിക്കൽ മാനേജ്മെൻ്റ് ആണുള്ളത്. അപ്പോൾ ലേസർ സർജറി എന്ന് പറയുന്നത് ഫോർ വോക്കൽ കോഡ് ട്യൂമേഴ്സ്. ഫോക്കൽ കോഡ് ട്യൂമേഴ്സിനാണ് നമുക്ക് ലേസർ സർജറീസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ പാർഷ്യൽ ലാരിഞ്ചെക്ടമിയിൽ ദ പേഷ്യൻറ്റ് മേ ഹാവ് എ പെർമനൻ്റ്ലി ഹൊയാസ് വോയിസ്. ചിലപ്പോൾ ലാരിങ്സ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ പകുതിയായിട്ടോ അതിലധികമോ ചിലപ്പം മുറിച്ച് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ സോ ദ വിൽ ബി എ പെർമനൻ്റ്ലി ചേഞ്ച് ഇൻ ദ വോയിസ്. ചിലപ്പോൾ ഒരു കറകറപ്പുള്ള സൗണ്ട് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇഫ് എ ടോട്ടൽ ലാരിഞ്ചെക്ടമി ഇസ് ഡൺ, ദ പേഷ്യൻറ്റ് വിൽ ഹാവ് എ പെർമനൻറ്റ് ട്രക്യോസ്റ്റമി ട്യൂബ് ഇൻ പ്ലേസ് ആൻഡ് നോ വോയിസ്. അപ്പോൾ നിങ്ങൾ മുമ്പേ ട്രക്യോസ്റ്റമിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രക്യോസ്റ്റമി കംപ്ലീറ്റ് ലാരിഞ്ചെക്ടമി കഴിഞ്ഞവർക്ക് ട്രക്യോസ്റ്റമി ആവശ്യമുണ്ടാവും. The patient will need to learn alternative method of communication. A person who has had a total laryngectomy is sometimes referred to as a laryngectomy. ടോട്ടൽ ലാരിഞ്ചെക്ടമിന് നമ്മൾ ലാരിഞ്ചെക്ടമി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സർജറീസാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഓഫ് എ പേഷ്യൻറ്റ് വിത്ത് complication of the surgery. Hemorrhage, airway obstruction, carotid artery rupture, fistula formation are the main complication of the surgery. Bleeding ഉണ്ടാവും, ചിലപ്പോൾ എയർവേ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഓഫ് പാർഷ്യൽ ലാരിഞ്ചെക്ടമി. Assess ABG values, pulse oximetry and partial pressure of oxygen levels. സെമി ഫോളസ് പൊസിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓക്സിജൻ തെറാപ്പി മോണിറ്റർ ചെയ്യുക, ട്രക്യോസ്റ്റമി കെയർ കൊടുക്കുക, ചെസ്റ്റ് ഫിസിയോതെറാപ്പി ഇൻ ഓർഡർ ടു ഗെറ്റ് റിഡ് ഓഫ് കഫ്.
then nebulization can be given to the patient. അപ്പോൾ SpO2 എന്ന് അത് തിരുത്തി വായിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അസസ് ABG വാല്യൂസ്, പൾസ് ഓക്സിമെട്രി ആൻഡ് SpO2 ലെവൽസ്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഓർ ഓക്സിജൻ സാച്ചുറേഷൻ. Monitor and record amount, color and consistency of secretions, vital signs, oxygen saturation, lung sounds and signs of respiratory distress. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് തന്നെയാണ്. എ ചേഞ്ച് ഇൻ എമൗണ്ട് ഓഫ് കളർ ഓഫ് സെക്രിയേഷൻ, ആൻ ഇൻക്രീസ് ടെമ്പറേച്ചർ ഓർ പ്രസൻസ് ഓഫ് ആൻ അഡ്വഞ്ചേഷ്യസ് സൗണ്ട്സ് ആർ ഇൻഡിക്കേറ്റഡ് ഇൻഫെക്ഷൻ. അപ്പോൾ ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ കൃത്യമായിട്ടും വൈറ്റൽ സൈൻസും കളറും കൺസിസ്റ്റൻസി, അതായത് സെക്രേഷൻ്റെ കളറും കൺസിസ്റ്റൻസിയും എമൗണ്ടും ഒക്കെ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദെൻ പ്രൊവൈഡ് ട്രക്കിയോസ്റ്റമി കെയർ ആൻഡ് സക്ഷനിങ് അക്കോർഡിംഗ് ടു ഏജൻസി പോളിസി. ദിസ് കീപ്സ് എയർവേ ക്ലിയർ. എയർവേ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രക്കിയോസ്റ്റമി കെയറും സക്ഷനിങ്ങും ഒക്കെ ചെയ്യുന്നത്. ദെൻ മെയിൻറ്റെയിൻ സ്ട്രിക്റ്റ് സ്റ്റെറൈൽ ടെക്നിക് വിത്ത് ട്രക്കിയോസ്റ്റമി കെയർ ആൻഡ് സക്ഷനിങ്. ഇപ്പോൾ ഈ ട്രക്കിയോസ്റ്റമി കെയർ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളെ സ്റ്റെറൈൽ ടെക്നിക്സ് വിട്ടുപോകാൻ പാടില്ല. സ്റ്റെറൈൽ ടെക്നിക്സിൽ മാത്രമേ നമ്മൾ ഈ ഒരു സ്ട്രിക്റ്റ് സ്റ്റെറൈൽ ടെക്നിക്സ് ഷുഡ് ബി മെയിൻറ്റെയിൻ. ദാറ്റ് വിൽ ബി യൂസ്ഡ് ടു പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ. സോ നെക്സ്റ്റ് ഈസ് പ്ലേസ് ദ പേഷ്യൻ്റ് ഇൻ സെമി ഫൗളസ് പൊസിഷൻ. സെമി ഫൗളസ് പൊസിഷനിൽ കൊടുക്കാം ബിക്കോസ് ടു അലോ ഫോർ ലങ് എക്സ്പാൻഷൻ ആൻഡ് മോർ എഫക്റ്റീവ് കഫിങ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗിവ് റീസണിലൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് പ്ലേസിംഗ് ദ പേഷ്യൻ്റ് ഇൻ സെമി ഫൗളസ് പൊസിഷൻ ഇൻ പാർഷ്യൽ ലാരിഞ്ചെക്ടമി? ഇറ്റ് ഈസ് ബിക്കോസ് ടു അലോ ഫോർ ദ ലങ് എക്സ്പാൻഷൻ ആൻഡ് മോർ എഫക്റ്റീവ് കഫിങ്. Then encourage the patient to deep breathe and cough every hour to keep airway free for secretions. Then administer oxygen as ordered. A special tracheostomy collar should be used. ഇനി ടോട്ടൽ ലാരിഞ്ചെക്ടമീൻ്റെ കേസിലാണെങ്കിൽ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കെയർ നോക്കാം. ന്യൂട്രീഷൻ ആണ് നമ്മൾ ആദ്യത്തെ പ്രൈമറി നീഡായിട്ട് പേഷ്യൻസിന് അസിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ട്യൂബ് ഫീഡിംഗ് ആണ്. അപ്പം സ്റ്റെറൈൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ട്യൂബ് ഫീഡിങ് ചെയ്യാം. ദെൻ സ്റ്റാർട്ട് ഓറൽ ഫീഡിങ് വിത്ത് ഫ്ലൂയിഡ് ആൻഡ് സെമി സോഫ്റ്റ് ഫുഡ്സ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് പയ്യെ ഓറൽ ഫീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ദെൻ കമ്മ്യൂണിക്കേഷൻ. ആദ്യം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് ഗിവ് പെൻ ആൻഡ് പേപ്പർ. ദെൻ കമ്മ്യൂണിക്കേഷൻ ബോർഡ്സ് യൂസ് ചെയ്യാം. ദെൻ കീപ് സ്പീക്കിംഗ് വിത്ത് ദ ക്ലയൻറ്റ്സ്. ഡു നോട്ട് അവോയ്ഡ് കോൺവെർസേഷൻ ബിക്കോസ് ഇറ്റ് വിൽ ബിൽഡ് അപ്പ് ഫ്രസ്ട്രേഷൻ. ചിലപ്പോൾ അവരെ ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മേ ബി അവർക്ക് പേഷ്യൻറ്റിന് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ പോസിബിൾ ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ക്യാൻ ബി യൂസ്ഡ് ആഫ്റ്റർ 3 to 4 days ഓഫ് സർജറി. ഇപ്പോൾ പോസിബിൾ നഴ്സിംഗ് ഡയഗ്നോസിസ് ആർ റിസ്ക് ഫോർ ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ് റിലേറ്റഡ് ടു എക്സസീവ് സെക്രിയേഷൻ, impaired verbal communication related to loss of vocal cord, impaired swallowing related to edema or presence of laryngectomy tube, then disturbed body image related to change in body structure and function, etc. Then teach the patient regarding self-care measures for the laryngectomy, including how to perform cleaning and suctioning. Involve the significant other or family whenever possible. And the patient must be instructed to perform gentle range of motion exercise of the neck. ഇപ്പോൾ മസിൽ കൺട്രാക്ചറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മസിൽ എക്സസൈസ്, നെക്ക് എക്സസൈസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ റെഫറൽ ടു ഹോം നഴ്സിംഗ് ആഫ്റ്റർ ഡിസ്ചാർജ് വിൽ പ്രൊവൈഡ് അസസ്മെൻറ്റ് ഓഫ് ദ ഹോം എൻവയോൺമെൻറ്റ് ആസ് വെൽ ആസ് ഫോളോ അപ്പ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ലാരിഞ്ചൽ ക്യാൻസറിനെ പറ്റി പറയാനുള്ളൂ. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ലാരിഞ്ചൽ ക്യാൻസർ ഈസ് ദ ക്യാൻസർ ഓഫ് ലാരിങ്സ്. ദെൻ അതിൻ്റെ ഇറ്റിയോളജി പറഞ്ഞു. ഇറ്റിയോളജി എന്ന് പറയുന്നത് സ്മോക്കിങ്ങും ആൽക്കഹോൾ യൂസുമാണ് പ്രധാനപ്പെട്ട ഇറ്റിയോളജി എന്ന് പറയുന്നത്. ദെൻ എക്സ്പോഷർ ടു ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, ദെൻ എക്സസീവ് യൂസ് ഓഫ് വോയിസ് ആൻഡ് ഡയറ്റ് ലോ ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ഓൾസോ ഫാക്ടർ. ദെൻ ഹൗ ക്യാൻ വി പ്രിവെൻറ്റ്, എങ്ങനെ നമുക്ക് ഈ ഒരു ലാരിഞ്ചൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാം? പ്രിവെൻഷൻ ബിഗിൻസ് വിത്ത് എഡ്യൂക്കേഷൻ. Educate patient about the relationship between cancer of larynx and use of alcohol and tobacco.
പേഷ്യൻസിനോട് ഒരു കാരണവശാലും പുക ശ്വസിക്കുകയോ പുക വലിക്കുകയോ ചെയ്യരുത് എന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ക്യാൻസർ ഓഫ് ലാരിങ്സിനെ പറ്റി പറയാനുള്ളൂ. ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. തെറാപ്യൂട്ടിക് മെഷേഴ്സിൽ 2, അതായത് മെഡിക്കൽ മാനേജ്മെൻറ്റും സർജിക്കൽ മാനേജ്മെൻറ്റുമാണ്. ഇപ്പോൾ നഴ്സിംഗ് മാനേജ്മെൻറ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. താങ്ക് യു.